ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളിൽ ആടി ഉലഞ്ഞു പോകുന്നു മലയാള സിനിമാ ലോകം. 24 പുറത്തുവിട്ട പശ്ചിമ ബംഗാളിലെ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച കാര്യം പ്രേക്ഷകർക്ക് അറിയാം. നടി രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നടൻ സിദ്ദിഖും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവി ഇന്ന് രാവിലെ ഒഴിഞ്ഞു. മലയാള സിനിമയിൽ പുതിയ മാറ്റത്തിൻ്റെ തുടക്കം എന്നാണ് ഇരു രാജികളെയും വനിതാ ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ വാർത്താ പകലിനെ പിടിച്ചു കുലുക്കിയ ആ രണ്ട് വാർത്തകളിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് കടന്നു ചെല്ലുന്നു. ശ്രീലേഖ മിത്രയും രേവതി സമ്പത്തും 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഭൂകമ്പം ചെറുതല്ല. മന്ത്രി സജി ചെറിയാന്റെ രക്ഷാകവചം രഞ്ജിത്തിനെ തുണച്ചില്ല. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നാലെ എത്തി തെറ്റ് ചെയ്തിട്ടില്ലെന്ന രഞ്ജിത്തിന്റെ വിശദീകരണം. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി ശ്രീലേഖ മിത്ര രാജി സ്വാഗതം ചെയ്തു. We women should be treated with respect, and women who take advantage or manipulates these men should be equally revoked, or should be equally blamed for the act. All women are not saints. They take advantage. പതിവ് പോലെ പ്രിയപ്പെട്ട സംവിധായകനെ പൂർണ്ണമായും തള്ളാതെയായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. സ്ത്രീകൾക്കൊപ്പമെന്ന പതിവ് പല്ലവിയും മന്ത്രി മറന്നില്ല. സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പമല്ല. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം 24-ലൂടെ ഉന്നയിച്ച ലൈംഗിക ആരോപണമാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിനെ തെറിപ്പിച്ചത്. ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കുന്നുവെന്ന് സിദ്ദിഖ്. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. രേവതി സമ്പത്ത് നടൻ റിയാസ് ഖാനിൽ നിന്ന് നേരിട്ട ദുരനുഭവം ഇന്ന് 24-നോട് വെളിപ്പെടുത്തി. ഈ അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ ഫേമസ് ആയ ഒരു ആക്ടർ ഉണ്ട്. ആ ആക്ടർ ഇതുപോലെ ഞാൻ ഇന്നലെ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ റിയാസ് ഖാൻ, അപ്പൊ അയാള് ഇതുപോലെ അയാളെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ അന്നും ഞാൻ ഷോക്ക്ഡാണ്. നടിമാരുടെ വെളിപ്പെടുത്തലിൽ സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് വൈറ്റില സ്വദേശി അനിൽകുമാർ പരാതി നൽകി. സിദ്ദിഖിനെതിരെ പോക്സോ ചുമത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോളിവുഡും ബോളിവുഡും താണ്ടി സിനിമാ മേഖലയിലെ മീറ്റു വെളിപ്പെടുത്തലുകൾ തൊട്ടടുത്ത് തമിഴ്നാട് വരെ എത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇന്നത് സാംസ്കാരിക കേരളത്തിന്റെ പ്രിയപ്പെട്ട മലയാള സിനിമയിലേക്കും എത്തി നിൽക്കുന്നു. 2 വിക്കറ്റുകൾ വീണിട്ടുണ്ട്. ഇനി എത്ര എന്നു മാത്രമാണ് ചോദ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.